അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി CPM-നെ പലതവണ കുഴിയിൽ ചാടിച്ചിട്ടുള്ളതാണ് ദേശാഭിമാനി. വിഴിഞ്ഞം തുറമുഖം അഭിമാന പദ്ധതി എന്നാണ് പിണറായി വിജയൻ സഖാവ് പോലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് കടൽ കൊള്ള എന്ന ഹെഡ്ലൈനിൽ ദേശാഭിമാനി വാർത്ത ചെയ്തപ്പോൾ പിണറായി സഖാവ് തന്നെ മാറ്റി പറയുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. സംഭവം കുറച്ച് പഴയതൊക്കെയാണെങ്കിലും ദേശാഭിമാനി ഇപ്പോഴും എയറിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അയ്യോ ഇത് കടൽ കൊള്ളയാണേ, കേരളത്തിന്റെ കടൽ തീരങ്ങൾ അദാനിക്ക് എഴുതി വിൽക്കുവാണേ, കൊള്ളയും കള്ളക്കടത്തും നടക്കുമേ എന്നൊക്കെ നിലവിളിയായിരുന്നു ദേശാഭിമാനിയും CPM-ഉം. അന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കടൽ കൊള്ള എന്ന മുഴുനീള വാർത്തയും കൊടുത്തു. അന്ന് കൊടുത്ത വാർത്ത ഇന്ന് പണിയായിരിക്കുകയാണ്. പിണറായി ഭരണകാലത്ത് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായപ്പോൾ വികസന തീരമെന്ന വാർത്ത എന്തായാലും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അന്നത്തെയും ഇന്നത്തെയും വാർത്ത വെച്ച് ദേശാഭിമാനിയെ എടുത്തിട്ട് അലക്കുകയാണ്. സർ CP രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം. MV രാഘവൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. നിരവധി അപവാദങ്ങളും കുപ്രചാരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത്. മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ്. കാരണം കരാർ പാലിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടപരിഹാരം കേരള സർക്കാർ അദാനിക്ക് നൽകേണ്ടി വരും. അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തിരിക്കുന്നത്. പക്ഷെ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചു നിരത്തിയാലും മായ്ക്കാനാവില്ല. വരും തലമുറ നിങ്ങൾക്ക് മാപ്പും നൽകില്ല. ദേശാഭിമാനി അന്ന് കൊടുത്ത കടൽ കൊള്ള വാർത്തയിലെ നെഞ്ചുലയ്ക്കുന്ന റിപ്പോർട്ട് കൂടി നോക്കിയാലേ പാർട്ടി പത്രത്തിന്റെ സ്വഭാവം വ്യക്തമാവുകയുള്ളൂ. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ 2016 ഒന്നാം പേജിലാണ് ഉമ്മൻചാണ്ടി കാട്ടുകള്ളൻ, വിഴിഞ്ഞം കടൽക്കൊള്ള എന്ന റിപ്പോർട്ട് വന്നത്. 8 വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ നയിച്ച CPM-ഉം കൂട്ടരും സർവശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച പദ്ധതിയെയാണ് അഭിമാനമെന്നും സ്വപ്നമെന്നും ഒക്കെ വാഴ്ത്തിപ്പാടുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സങ്കുചിത കാഴ്ചപ്പാടുകളും നിലപാടില്ലായ്മയും നിമിത്തം അരനൂറ്റാണ്ട് നീണ്ടുപോയ പദ്ധതിയാണ് ഇന്നലെ ട്രാക്കിലേക്ക് നീങ്ങിയത്. കടൽക്കൊള്ള വിഴിഞ്ഞത്ത് ലക്ഷ്യമിട്ടത് 5000 കോടിയുടെ ഭൂമി തട്ടിപ്പ്. ഒരു പേജ് നിറയെ ഈ പദ്ധതിയിലെ നടക്കാത്ത തട്ടിപ്പുകളെ കുറിച്ചുള്ള ഭാവനാ വിലാസങ്ങളായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതിയതിന് പിന്നിലെ അണിയറ രഹസ്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൈകോർത്ത തീവെട്ടിക്കൊള്ളയുടെ പിന്നിലെ ലക്ഷ്യം 5000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കുറെ നുണകളായിരുന്നു അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ ആരോപണത്തെ ഉമ്മൻചാണ്ടി ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്. വിഴിഞ്ഞം പദ്ധതിയുടെ ആകെത്തുക 6000 കോടി മാത്രമാണ്. അതിൽ നിന്ന് 5000 കോടി അഴിമതി നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. 2016 അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിലെ CAG-യും മറ്റും ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് ഉമ്മൻചാണ്ടിക്ക് രാമചന്ദ്രൻ നായർ അന്വേഷണ കമ്മീഷൻ ക്ലീൻ ചീറ്റ് നൽകി. പദ്ധതിയിൽ ആരും അഴിമതി നടത്തിയിട്ടില്ല എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. രാഷ്ട്രീയ ദുരുപയോഗവും നടന്നിട്ടില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഇതിനുശേഷം 5000 കോടിയുടെ അഴിമതി കഥകൾ ആവിയായി പോയി. 1000 ദിവസം കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കണമെന്ന് ഉറപ്പു നൽകിയിട്ടും അത് പാലിക്കപ്പെട്ടില്ല. LDF സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വികസന കാഴ്ചപ്പാടിന്റെ പൊൻതൂവലായിട്ട് ഇന്നലത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ വിശേഷിപ്പിക്കുമ്പോൾ പദ്ധതിയെ തുരങ്കം വെക്കാൻ ശ്രമിച്ചവരെ കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് 2000 കണ്ടെയ്നറുമായി ആദ്യ ചരക്ക് കപ്പൽ എത്തിയതിന് പിന്നിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസന കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവും നിമിത്തമാണെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. പലതരത്തിൽ ഉടക്കും പാറ വെച്ചും പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒരുപാട് വൈതരണികളെ മറികടന്നാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. തുറമുഖ നിർമ്മാണത്തിനായി ടെൻഡർ വിളിച്ച ഘട്ടത്തിൽ ഒരു കമ്പനി പോലും ടെൻഡർ രേഖ സമർപ്പിക്കാതിരുന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ സാധിച്ചത്. ഇന്നിപ്പോ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് തുറമുഖ പണി തീർത്ത് കപ്പൽ വന്നതെന്ന് തള്ളിമറിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ നിഷേധിക്കാനാവില്ല. 2015 ഡിസംബർ 5 പദ്ധതിക്ക് തറക്കല്ലിടുകയും വലിയ കോലാഹലങ്ങളില്ലാതെ 250 ഏക്കർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്ത് നൽകിയത് UDF സർക്കാരായിരുന്നു. തറക്കല്ലിട്ട് 9 കൊല്ലത്തിന് ശേഷമാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായത് എന്ന സത്യം ആർക്കും നിഷേധിക്കാനും കഴിയില്ല.